ജമ്മു കാശ്മീരിൽ ഭീകരരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ആ ഒരു ആക്രമണവും മത വേർതിരിവുണ്ടാക്കി രാജ്യത്ത് വർഗീയ കലാപം അഴിച്ചുവിട്ടുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയും ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ദൈനംദിന ജീവിത രീതികളെയും നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അവർ നടത്തിയ ആ ഒരു ഭീകര പ്രവർത്തനം, അത് പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു അറ്റാക്കായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിഷയം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്ന 140 കോടി വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനങ്ങൾ വളരെ ഐക്യത്തോടും ഒപ്പം ഏകോദര സഹോദരങ്ങളെപ്പോലെയുമാണ് കഴിയുന്നത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ആദിമ മതത്തിൽ നിന്നും ആരംഭിക്കുന്ന കാലഘട്ടം മുതലെല്ലാം ഒരേ തറവാട്ടിൽ പിറന്ന് അതിൻ്റെ തായ്വഴികളായി പിരിഞ്ഞ് മതം മാറ്റത്തിലൂടെയൊക്കെ മാറിപ്പോയ ആളുകളാണെങ്കിൽ പോലും സ്വാഭാവികമായും എല്ലാവരും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ദേശീയതയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് മതം തിരഞ്ഞുപിടിച്ച് സാധാരണക്കാരായ വിനോദസഞ്ചാരികളായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയം സ്വീകരിക്കാനായിട്ട് ഭീകരപ്രവർത്തകരെ തയ്യാറെടുപ്പിച്ചു വിട്ട പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിച്ചത് ഇപ്പോൾ ടൂറിസം മേഖലയിൽ ഈ രാജ്യത്ത് നമ്പർ 1 മേഖലയായി തിരിഞ്ഞു വരുന്ന ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളുള്ള ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ്. ആ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആളുകളുടെ ജീവിതം അവിടുത്തെ ടൂറിസം മേഖലയായിട്ടും കാർഷിക മേഖലയായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള കുറേ കൃഷിരീതികളും, ഒപ്പം തന്നെ അടുത്തവർക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീരിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കകത്തു നിന്നും വരുന്ന ആഭ്യന്തര വിദേശ സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ, അവരുടെ ആ ഒരു സന്ദർശനത്തെ തുറന്നുണ്ടാകുന്ന ആ ഒരു വരുമാനവും ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ജീവനോപാധി എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജീവനോപാധിയെ നഷ്ടപ്പെടുത്തി ആ രാജ്യത്തെ ജനങ്ങളെ, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ ജനങ്ങളെ വീണ്ടും പട്ടിണിക്കാരായി മാറ്റിക്കൊണ്ട് ഭീകരപ്രവർത്തനത്തിന് വേണ്ടി പാകിസ്ഥാനും അവരെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ലിബറേഷൻ ഫോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് അണികളെ പ്രദാനം ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പഹൽഗാമിലെ ബൈസൺ വാലിയിലുണ്ടായ ആ ടൂറിസ്റ്റ് സ്പോട്ടിലുണ്ടായ ഭീകരവാദികളുടെ AK-47 എന്നുള്ള ആധുനിക തോക്കുപയോഗിച്ചുള്ള വെടിവയ്പ് എന്നുള്ളതും അവർ സ്വീകരിച്ച നിലപാടുകളും നമ്മുടെ വിനോദസഞ്ചാരികളോട് അവർ സ്വീകരിച്ച നിലപാട് നമുക്ക് പരിശോധിക്കാം. കാരണം ഭാര്യയും ഭർത്താവും അവർ വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന വേളയിലാണ് ഭർത്താക്കന്മാരെ എല്ലാം ഓരോരുത്തരെയായിട്ട് അവർ കൊന്നൊടുക്കിയത്. അവർ കൊന്നൊടുക്കുമ്പോൾ ഇത് കണ്ടുനിന്ന ഭാര്യമാരുണ്ട്, മറ്റു കുടുംബാംഗങ്ങളുണ്ട്, മക്കളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഇവരെ ഒന്നും മുഖവിലക്കെടുക്കാതെ, ഇവരുടെ ഒന്നും മാനസികാവസ്ഥയെ കണക്കിലെടുക്കാതെ വളരെ നിഷ്ഠൂരവും പൈശാചികവുമായ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു ഈ മതതീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലൊരു തീവ്രവാദ പ്രവർത്തനം ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജമ്മു കാശ്മീരിലെ സാധാരണക്കാരായ പാവങ്ങളായിട്ടുള്ള ഇന്ത്യക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അവിടുത്തെ ടൂറിസം വ്യവസായത്തിനുണ്ടായിരുന്ന ഒരു പ്രാധാന്യം അത് നഷ്ടപ്പെടുത്തുക, ജമ്മു കാശ്മീരിലെ ജനങ്ങളെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക, നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക, അവർക്ക് സാമ്പത്തികം നൽകി പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരെ തീവ്രവാദ ക്യാമ്പുകളിലേക്ക്, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൻ്റെ ഭാഗങ്ങളിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര ക്യാമ്പുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഗൂഢോദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ ഭീകരാക്രമണം എന്നുള്ളത് വളരെ സുവ്യക്തമാണ്. ഒപ്പം തന്നെ രാജ്യത്ത് അസ്ഥിരതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഭീകരപ്രവർത്തനങ്ങളുമായി ആളുകളെ മതപരമായ രീതിയിലുള്ള വിഘടനം ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള, കശാപ്പ് ചെയ്യുന്നതിനുള്ള ഒരു നീക്കം കൂടി പാകിസ്ഥാൻ തള്ളിവിട്ട ഭീകരരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്.
കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇന്ന് ലോകത്ത് നാലാമത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യമായി വളർന്ന് വലുതായി കഴിഞ്ഞു. ഈ 140 കോടി ജനങ്ങളെ വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകൾ, വ്യത്യസ്ത ഭാഷാ വൈവിധ്യങ്ങൾ, സാംസ്കാരിക വൈവിധ്യങ്ങൾ, ശാരീരികമായിട്ടുള്ള വിഭിന്നത, മാനസികമായിട്ടുള്ള വിഭിന്നത, വസ്ത്രധാരണത്തിലും സംസാര ശൈലികളിലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള തികച്ചും വിഭിന്നമായിട്ടുള്ള സംസ്കാരങ്ങളടക്കം പരിപോഷിപ്പിക്കുന്ന, അതെല്ലാം കൈകാളുന്ന ഈ ഇന്ത്യയിലെ ഈ വൈവിധ്യമാർന്ന ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ബാധ്യത സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ ഉള്ള യൂണിയൻ ഭരണകൂടത്തിൻ്റെ കീഴിലും ഒപ്പം സംസ്ഥാന സർക്കാരുകൾ നിലവിലുള്ള സ്ഥലങ്ങളിൽ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്കുമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പഹൽഗാം പോലുള്ള മേഖലകൾ അമർനാഥ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമെന്ന നിലയ്ക്ക് അവിടുത്തെ സുരക്ഷ അതീവമായിട്ടുള്ള സുരക്ഷാ മേഖലയാണ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര സുരക്ഷ പുതിയ സംസ്ഥാന ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരിൻ്റെ നിലയിലേക്ക് മാറുകയും അവർ അവിടെ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ ഈ ഇത്തരം ടൂറിസം മേഖലകളിൽ സ്വാഭാവികമായും കടന്നു വരാൻ സാധ്യതയുള്ള ചെറുകിട കച്ചവടക്കാരുടെ വേഷത്തിലും ഒപ്പം ഈ മറ്റുള്ള ടൂറിസം മേഖലയ്ക്ക് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെറിയ ചെറിയ കച്ചവടക്കാർ, ചെറിയ ഗൈഡുകൾ, ടൂറിസ്റ്റ് ഗൈഡുകൾ, ഒപ്പം തന്നെ അവിടെ കരകൗശല സാധനങ്ങളും മറ്റും വിൽക്കുന്ന ചെറിയ ഇടത്തരക്കാരില്ലാത്ത ചെറുകിട കച്ചവടക്കാർ, അങ്ങനെ പല പല വേഷങ്ങളിൽ വ്യാപാരികളായിട്ടും എല്ലാം വേഷം മാറി വരാൻ സാധ്യതയുണ്ട് എന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. കാരണം 2.5 കോടിയോളം ജനങ്ങളെ, ടൂറിസ്റ്റുകളെ കൈകാര്യം ചെയ്ത ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ടൂറിസം മേഖലയിൽ 2.5 കോടി ജനങ്ങൾ സന്ദർശിച്ചിട്ട് പോകുമ്പോൾ അവർ ചെലവഴിക്കുന്ന ഒരു 100 രൂപ എന്നുള്ളൊരു അനുപാതത്തിൽ നമ്മൾ കൂട്ടിയാൽ പോലും കോടാനുകോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ അത്തരം വരുമാനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ ചിലവാക്കിയിട്ടുള്ള എമൗണ്ടിനെ നമ്മളത് കണക്കൂട്ടി നോക്കണം. അത് യാത്രാ സൗകര്യമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ടൂറിസം പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള താമസ സൗകര്യങ്ങളോ മാത്രമല്ല, അവിടെ അവർ വാങ്ങുന്ന സാധനങ്ങളുടെ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്, അത് കഴിഞ്ഞ് അവർ അവിടെ ഭക്ഷണത്തിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുന്നത്, അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളടക്കമുള്ളത് എല്ലാം കണക്കൂട്ടുമ്പോൾ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖല എന്നുള്ള വരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പഹൽഗാമിലുണ്ടായ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട 26ഓളം വരുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ ഭീകരവാദികളെ പിടിക്കുന്നതിനും അവരെ അമർച്ച ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അക്ഷീണം പരിശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനുമായി ഒട്ടനവധി കരാറുകൾ നിർത്തലാക്കിക്കൊണ്ടും അവരുടെ സിന്ധു നദിയിലെ പോഷക നദിയിൽ നിന്നുള്ള ജലത്തിൻ്റെ ആ ഒരു ഒഴുക്ക് തടഞ്ഞുകൊണ്ട് സാമ്പത്തികമായും അവരെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ കാർഷികപരമായിട്ടും എല്ലാം അവരുടെ അടിസ്ഥാന സമ്പദ് വ്യവസ്ഥയെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടെല്ലാം രാജ്യം മുമ്പോട്ട് പോവുകയാണ്. അത് ഒരു പുറം ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം മുതൽ ഈ ഭീകരാക്രമണം ഉണ്ടായ ദിവസം മുതൽ അവിടെ ടൂറിസം മേഖലയിലേക്ക് ടൂറിസ്റ്റുകളായി പോകാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളെല്ലാം ടിക്കറ്റുകൾ, വിമാന ടിക്കറ്റുകളും ട്രെയിൻ ടിക്കറ്റുകളും ക്യാൻസൽ ചെയ്യുന്ന, അവിടെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലുകളും മറ്റും ആ ബുക്കിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയൊരു നിശ്ചിത കാലയളവിൽ വരെ ഈ ടൂറിസം മേഖലയിലെ ഈ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലാകുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം എടുക്കാനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ കാശ്മീരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിതവൃത്തി നടത്തിക്കൊണ്ടിരുന്ന ഭൂരിഭാഗം വരുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ഈ ആളുകൾ, അവരുടെ ദൈനംദിന ജീവിതം വളരെ മോശമായ രീതിയിലാകുന്നതിനുള്ളൊരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ അവർ വീണ്ടും സ്വാഭാവികമായിട്ടും അവരെ ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഗ്യാങ്ങുകളിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി ഗവൺമെൻറ് കണക്കിലെടുക്കണം. അവർക്ക്
അവരുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഇനി സാധാരണഗതിയിലേക്ക് ടൂറിസം മേഖലയും അതുപോലെ തന്നെ ജമ്മു കാശ്മീരും തിരിച്ച് വരുന്ന ആ ഒരു സാഹചര്യം വരെ ഇവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പാക്കേജ് കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. കാരണം സ്വാഭാവികമായും ഇന്ത്യ രാജ്യത്തെ മഹാജനങ്ങളിൽ ഒരു വിഭാഗമാണ് അവരും. സ്വാഭാവികമായിട്ടും അവിടെ ടൂറിസം തന്നെയാണ്, ടൂറിസവും കാർഷിക മേഖലയിലെ ചെറിയ ചെറിയ കൃഷി രീതികളുമാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവിത രീതികൾ. അല്ലാതെ ഭാരിച്ച വൻതോതിലുള്ള വ്യവസായശാലകളോ അല്ലെങ്കിൽ കാർഷികേതര പ്രവർത്തനങ്ങളോ നടത്തുന്നതിന് വേണ്ടിയിട്ട് യാതൊരു കാരണവശാലും അവിടുത്തെ ഭൂപ്രകൃതി അനുവദിക്കാത്ത സാഹചര്യത്തിൽ അവരെ പരിപൂർണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലും മറ്റു കാര്യങ്ങളുമായിരിക്കണം നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അല്ലാത്ത പക്ഷം നമുക്ക് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നഷ്ടപ്പെട്ട 26 ജീവനുകളേക്കാൾ കൂടുതലായി നഷ്ടങ്ങൾ നമുക്കുണ്ടാകാൻ ഏറെ സാധ്യതകളുള്ളൊരു പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്നതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവിക നീതി നടപ്പിലാക്കുമ്പോൾ അവിടെ താമസിക്കുന്ന ഈ ജനങ്ങളെ കൂടി മുഖവിലേക്കെടുത്തുകൊണ്ടുള്ള ഒരു നീതി നിർവഹണമായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മൾ ഈ തരുണത്തിൽ നമുക്ക് പറയുവാനുള്ളത്.